സ്വന്തം ജീവൻ നിലനിർത്താൻ ഉദരത്തിൽ വളർന്ന ഇരട്ട കുഞ്ഞുങ്ങളുടെ ഹൃദയമിടിപ്പ് മരുന്നുകളിലൂടെ നിർത്തിക്കേണ്ടി വന്നൊരു അമ്മയുടെ കണ്ണീർ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ നോവായി മാറുന്നു. ക്യാൻസർ രോഗബാധിതയായ സ്വപ്ന കൂടാരം എന്ന 25-കാരി തനിക്ക് തിരുവനന്തപുരം SAT സർക്കാർ ആശുപത്രിയിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരവും ദയനീയവുമായ അനുഭവമാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ക്യാൻസർ ചികിത്സയായ കീമോതെറാപ്പി ആരംഭിക്കണമെങ്കിൽ ഗർഭഛിദ്രം അനിവാര്യമാണെന്ന RCCയിലെ ഡോക്ടർമാരുടെ തീരുമാനപ്രകാരമാണ് യുവതി SAT ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത്. എന്നാൽ അവിടെ കാത്തിരുന്നത് ഒരു മൃഗത്തോട് പോലും കാണിക്കാത്ത ക്രൂരതയായിരുന്നുവെന്ന് സ്വപ്ന കുറിക്കുന്നു. സ്വപ്നയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അബോർഷൻ ചെയ്യാൻ SATയിലേക്ക് തെരുവു നായകളെ പോലെ പ്രസവിക്കേണ്ടി വന്ന ഗതികേട്. കീമോ തുടങ്ങണേൽ അബോർഷൻ ചെയ്തേ മതിയാകൂ എന്ന് RCC ഡോക്ടേഴ്സ് തീരുമാനമെടുത്തു. അവർ തന്നെ തിരുവനന്തപുരം SATയിലേക്ക് സജസ്റ്റ് ചെയ്തു. എൻ്റെ 3 മക്കളും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാൻ സത്യത്തിൽ പേടിയായ കാരണമായിരുന്നു പ്രൈവറ്റിൽ പോയതും. അതുകൊണ്ട് തന്നെ നല്ല സ്നേഹത്തോടെ തന്നെ അവർ എന്നെ പരിചരിച്ചിരുന്നു. എന്നാൽ SAT എന്ന് കേട്ടതേ ഞാൻ ആകെ വിഷമത്തിലായി. അതും നമുക്ക് അറിയാത്ത നാട്ടിൽ. കൂടെയുള്ളത് ഏട്ടനും ഓപ്പോളും മാത്രമാണ്. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. വെള്ളമുണ്ടും ബ്ലൗസും ധരിച്ച് വേണം അവിടെ കഴിയാൻ. ആദ്യ ദിവസം കിടക്കാൻ ബെഡ് കിട്ടിയില്ല. ഓപ്പോൾ നിലത്തും ഞാൻ മറ്റൊരു കുട്ടിയുടെ ബെഡിലുമായി കിടന്നു. ആണുങ്ങൾക്ക് ഇടയ്ക്ക് പ്രവേശനം ഉള്ളതിനാൽ ഏട്ടൻ പുറത്ത് റൂം എടുത്തു. അബോർഷൻ ചെയ്യാൻ ഉള്ളവർ എല്ലാം ഒരു ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. അതിൽ ഇത്രയും ലേറ്റായി അബോർഷൻ ചെയ്യാൻ പോയ ആളും ഞാനാണ്. അവിടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ തനിച്ചായിപ്പോയി. മാരകരോഗം പകരുമോ എന്നാണോ? അതുകൊണ്ടോ അവർക്കെല്ലാം അനുകമ്പയും പേടിയും ഉള്ള പോലെ എനിക്ക് അനുഭവപ്പെട്ടു. സ്വന്തം അമ്മയെയും കുഞ്ഞുമക്കളെയും കാണാൻ സാധിക്കാത്ത വിഷമം എൻ്റെ ഉള്ളിൽ നന്നായി ഉണ്ടായിരുന്നു. എനിക്കാണേൽ വിളിക്കാൻ ഒരു ഫോൺ പോലുമില്ല. പിറ്റേന്ന് ഓപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോയി. അതോടെ ആ ഹോസ്പിറ്റലിൽ ഞാൻ തനിച്ചായി. ഇടയ്ക്ക് മാത്രം കാണാൻ വരുന്ന ഏട്ടൻ. അങ്ങനെ അബോർഷൻ ദിവസമായി. വിഷുവിൻ്റെ അന്ന് മക്കളുടെ ഹാർട്ട് ബീറ്റ് നിലയ്ക്കാൻ ഗുളിക കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞതും 5 മാസം പിന്നിടുന്ന എൻ്റെ മക്കൾ ചെറുതായൊന്ന് പിടഞ്ഞു. അന്ന് ഞാൻ ഊണ് കഴിച്ചില്ല. എനിക്കതിന് സാധിക്കില്ലായിരുന്നു. ഇടയ്ക്ക് തല കറങ്ങി വീഴുന്ന കൊണ്ട് ഏട്ടൻ അടുത്ത ബെഡിലെ ചേച്ചിയെ നോക്കാൻ കൂട്ടുനിന്ന അവരുടെ അമ്മയോട് എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. ആ അമ്മയായിരുന്നു എന്നെ കൈപിടിച്ചു നടത്തിയത്. അങ്ങനെ വേദന വന്നു തുടങ്ങി. 3 ഡെലിവറി കഴിഞ്ഞുകൊണ്ട് എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. കുട്ടികൾ എപ്പോൾ പുറത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അവിടെയുള്ള ഡോക്ടേഴ്സ് എന്നെ വാർഡിൽ തന്നെ കിടത്തി. രാവിലെ വേദന തുടങ്ങി. 1 മണിക്കൂർ ആയപ്പോഴേക്കും ഓപ്പോൾ കോട്ടയത്ത് നിന്ന് വന്നിരുന്നു. 1 മണി ആയാലേ ഏട്ടന് ഉള്ളിലേക്ക് കയറാൻ സാധിക്കുമായിരുന്നുള്ളൂ. വേദന സഹിക്കാൻ വയ്യാതെ വാർഡിൽ കിടന്ന് കരയാൻ തുടങ്ങി. ഓപ്പോൾ ഡോക്ടറിനെ അറിയിക്കാൻ നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു നഴ്സ് വന്ന് നോക്കി പറഞ്ഞു ഒന്നുമായിട്ടില്ല. അതുപോലെ തൂത്ത് തുടയ്ക്കാൻ വരുന്ന ചേച്ചി വരെ എൻ്റെ കരച്ചിൽ കേട്ട് വന്ന പാടെ എൻ്റെ മുണ്ട് പൊക്കി നോക്കി. അത്രയും ആളുകളുടെ ഇടയിൽ വെച്ച്. എന്നിട്ട് പറയുകയാണ് ബ്ലഡ് വന്നിട്ടില്ല, വൈകുന്നേരത്തേക്ക് ആകുള്ളൂ എന്ന്. അവർക്ക് ആര് കൊടുത്തതാണ് ഇത് പറയാനുള്ള അധികാരം? അവസാനം വെള്ളം പൊട്ടി ആദ്യത്തെ കുട്ടിയുടെ തല പുറത്തേക്ക് വന്നു. കാൽ അനക്കാൻ പോലും വയ്യാതെ വാർഡിൽ കിടന്നു. ഞാൻ അലറി വിളിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ കുട്ടിയുടെ തല വന്നിരിക്കുന്നു. ഓപ്പോൾ കരഞ്ഞുകൊണ്ട് ആരൊക്കെയോ കണ്ട് എന്നെ ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോകാൻ സ്ട്രക്ചറുമായി വന്നു. ആ വന്നവർ ഒന്ന് സഹായിക്കുക പോലും ചെയ്തില്ല. കുട്ടി പുറത്തേക്ക് വരികയും ചെയ്തു. എൻ്റെ കുഞ്ഞിനെയും വലിച്ചുകൊണ്ട് ഞാൻ സ്ട്രക്ചറിലേക്ക് വലിഞ്ഞു കയറി കിടന്നു. ഓപ്പോളും കൂടി സഹായിച്ചുകൊണ്ട്. കിടക്കാൻ നേരം ഞാൻ ജൂനിയർ ഡോക്ടേഴ്സിനോട് പറഞ്ഞു കുട്ടിയെ മാറ്റി ഇടാമോ എന്ന്. അവർ അത് ചെയ്തില്ല. എൻ്റെ കുട്ടിയുടെ മുകളിലേക്ക് കയറി കിടക്കേണ്ട ഗതികേട് എനിക്ക് വന്നു. അങ്ങനെ ഡെലിവറി റൂമിലേക്ക് എന്നെ കൊണ്ടുപോകും വഴി അടുത്ത കുട്ടിയും ആ സ്ട്രക്ചറിൽ കിടന്നുണ്ടായി. ഞാൻ രാഹുലെ എന്ന് വിളിച്ചു അലറിക്കരഞ്ഞതും രാഹുൽ എന്നെ കാണാൻ ഓടി വരുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ രാഹുൽ ആര്യ എന്ന് വിളിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു ക്യാൻസർ രോഗിയായ എന്നെ വെറും തെരുവ് നായ പോലെ വാർഡിൽ കിടന്ന് പ്രസവിക്കാൻ വിട്ട് ദുഷ്ടരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ്. പിന്നീട് അതൊരു പ്രശ്നമായി മാറിയതും ഡോക്ടറും നഴ്സുമാരും എന്നോട് ക്ഷമ പറഞ്ഞെങ്കിലും 25 വയസ്സുള്ള ഓരോ നിമിഷവും വേദനിക്കുന്ന മനസ്സും ശരീരമുള്ള എനിക്ക് ഇന്നും മറക്കാൻ സാധിക്കില്ല. 2 പെൺകുട്ടികളായിരുന്നു. എനിക്ക് കാണാൻ ആഗ്രഹം തോന്നി. ഒന്ന് കണ്ടു. കണ്ണുകൾ അടച്ച് രണ്ടാളും ചേർന്ന് കിടക്കുകയാണ്. ഒരുമിച്ച് വന്നവർ എനിക്ക് വേണ്ടി ഒരുമിച്ച് തിരിച്ചുപോയി. ഒരു കുഴപ്പവുമില്ലാത്ത എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി. ഓരോ വിഷുവും വരുമ്പോൾ ഞാൻ അവരെ ഓർക്കും. അതിൽ ഒരാളുടെ തലയ്ക്ക് ചതവ് വന്നിരുന്നു. ഞാൻ കയറി കിടന്നത് കൊണ്ടായിരുന്നു. അന്ന് തന്നെ ഡിസ്ചാർജ് എഴുതി മേടിച്ചു. എൻ്റെ മക്കളെ അവിടെ ഇട്ട് പോരാൻ ഒരുപാട് വേദനിച്ചു. ഓട്ടോയിലിരുന്ന് ഹോസ്പിറ്റൽ വിടും വരെ തിരിഞ്ഞു നോക്കിയാണ് ഞാൻ പോയത്. ഞാൻ ഇറങ്ങാൻ നേരം പെരുമഴയും പെയ്തു.
നേരെ ഏട്ടൻ താമസിക്കുന്ന റൂമിലേക്ക് വന്നു. പിറ്റേന്ന് തന്നെ എനിക്ക് ബോൺ മാരോ ചെയ്യണം. ഡെലിവറി കഴിഞ്ഞു പിറ്റേന്ന് തന്നെ. വെളുപ്പിനെ ഓപ്പോൾ തിരിച്ചുപോയി. പിന്നെ ഞാനും ഏട്ടനും മാത്രം. എന്നും ഓട്ടവും അലച്ചിലും. നട്ടെല്ല് തുളച്ച് ബോൺ മാരോ ചെയ്തു. പിന്നെ കീമോ തുടങ്ങി. ആദ്യമായി കീമോ ചെയ്യാൻ റൂമിന് പുറത്ത് നിന്നത് ഇന്നും ആ നിമിഷത്തെ വിഷമമറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ട്.